വരാല് കറി വെച്ചോടെ. ദേണ്ടേ ഈ ചേട്ടൻ കൊണ്ടുവരുന്നത് കണ്ട ടേബിൾ നിരന്നിരിക്കുന്നത് ഒരു ലോഡ് വിഭവങ്ങളാണ് കേട്ടോ. ഞണ്ടുണ്ട്, ചേമ്പുണ്ട്, കാരി ഫ്രൈ ഉണ്ട്, കുഴയുണ്ട്, താറാവ് കറിയുണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, നാടൻ വരാൽ ഫ്രൈ, കണവ, വാളക്കറി, കരിമീൻ ഫ്രൈ. ഞാനിതെങ്ങനെ കഴിച്ചു തീർക്കും? ഞണ്ട് റോസ്റ്റ്, കാരി വറുത്തത്, കൂരിക്കറി, വാളക്കറി, കേരക്കറി, അങ്ങനെ വിഭവങ്ങൾ നിരന്നിരിക്കുകയാണ്. കുട്ടനാട്ടിലെ നെൽപ്പാടത്തിന് നടുവിലായുള്ള ഒരു കിടില ഷാപ്പാണ് കേട്ടോ. തെങ്ങീന്ന് ചെത്തിയിറക്കുന്ന നല്ല നാടൻ കള്ളും. എന്തോ അമ്മ പരിപാടി? കരിമീൻ വെട്ടാണ് കേട്ടോ. അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് മുന്നോട്ട് കൊണ്ടുവന്നൊരു ഷാപ്പാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഈ ഷാപ്പുള്ള എവിടാന്നറിയാമോ? ഈ ഷാപ്പുള്ളത് ആലപ്പുഴ ജില്ലയിൽ എടത്വ ചമ്പക്കുള റോഡാണ്, ശിവകാശി കള്ള് ഷാപ്പ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കരിമീനുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അമ്മതേ അത്ര എളുപ്പത്തിലാണ് ഒരു കരിമീൻ ഇവിടെ വെട്ടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനിയിപ്പോൾ ഇത് വറക്കാൻ കയറ്റുമോ അല്ലേ? വറക്കാൻ കയറ്റും. നമസ്കാരം. സന്തോഷം, ഇവിടെ വന്നതിൽ സന്തോഷം. അപ്പം ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ചേട്ടൻ ഈ ഷാപ്പിന്റെ ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. അപ്പം ഈ ഷാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഐറ്റം വിഭവങ്ങൾ ഈ ഉച്ച സമയത്തുണ്ട് അല്ലേ? മൊത്തം 6 റൂമുണ്ട്. അത് 2 നമ്മൾ എ സി റൂമായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്കുള്ള അപ്സ്റ്റെയർ ആണ്. അപ്സ്റ്റെയർ എന്ന് പറയുമ്പോൾ അവനൊരു പ്രത്യേകത, നമുക്കൊരു ചെറിയ ഒരു കൊച്ചു കുഞ്ഞൊരു ബർത്ത്ഡേ പരിപാടിയോ ഒരു പാർട്ടിയോ അല്ലെ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ ഷാപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3 മാസത്തിനടുത്തായിട്ട് ഷാപ്പ് നമുക്ക് പഴയ ഷാപ്പാണ്. നമ്മൾ ആ ഷാപ്പ് ഒന്ന് മെയിൻറ്റെയിൻ റിനോവേഷൻ ചെയ്തിട്ട് ഇപ്പൊ ഇറക്കി. ഷാപ്പിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ അതും വേണം പറഞ്ഞു തരാം. ഞങ്ങൾ ഷാപ്പ് വർഷങ്ങൾ 50 വർഷമായിട്ട് പാരമ്പര്യമുള്ള ആളുകളാണ്. എല്ലാവരും ചെത്തുകാരാണ്, ചേട്ടന്മാരെല്ലാം ചെത്തുകാരാണ്. അങ്ങനെയാണ് അവർ അതുപോലെ കഷ്ടപ്പെട്ട് അതിൽ നിന്നാണ് നമ്മളിപ്പോ ഈ ഒരു ഷാപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കുടുംബത്തിലെ എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയും ചേട്ടന്മാരും തൊഴിലാളിയായിരുന്നു ഈ ഷാപ്പിടുന്ന ആളുടെ അച്ഛൻ എല്ലാവരും ഷാപ്പ് പിടിച്ചാണല്ലേ? എടത്വ ചമ്പക്കുളം റോഡാണ്. ചമ്പക്കുളം റോഡില് നിങ്ങൾക്ക് എടത്വ ഷാപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഈ റോഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഷാപ്പ് കാണാം. ഈ ഷാപ്പിലേക്ക് ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ തെങ്ങ് കാണാം. ഈ ഷാപ്പിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് തെങ്ങുകളുണ്ട്. ഈ തെങ്ങീന്ന് ചെത്തി ഇറക്കുന്ന കള്ള് അളന്ന് കൊടുക്കുന്നതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ശുദ്ധമായിട്ടുള്ള കള്ള് നോക്കുന്നവർക്കാണെങ്കിൽ രാവിലെ ഒന്ന് നേരിട്ട് നല്ല അടിപൊളി കള്ള് കുടിക്കാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഭക്ഷണം നമുക്ക് പ്രധാനം ഭക്ഷണമാണ് കേട്ടോ. അപ്പം ഭക്ഷണത്തിന്റെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഈ കുട്ടനാടൻ വിഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്ന ഷാപ്പാണ്. അതിന്റെ കാഴ്ചകൾ കാണാം. ഇത് അമ്മ, അച്ഛൻ, നമ്മുടെ മെയിൻ കുക്ക് ബാക്കി ഇരിക്കുന്ന ആളാണ് അല്ലേ? അപ്പൊ ഇന്ന് എന്തൊക്കെയാ തയ്യാറാക്കി വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞേ. ഇരിക്കുന്ന എന്തോ അമ്മേ? ഇത് കണവ. ഓക്കെ. ഇത് കോഴ ഊണിനുള്ളതാണ്. കോഴയല്ലേ? സ്പെഷ്യലാണ് ഇന്നത്തെ സ്പെഷ്യല്. ഞണ്ട് റോസ്റ്റ്. നാടൻ ഞണ്ടാ കേട്ടോ. നാടൻ ഞണ്ടാണ്. നമ്മുടെ കായൽ ഞണ്ട്. പിന്നെ അതുപോലെ നാടൻ കോഴിയാണ്. നാടൻ കോഴി. ഇത് നമ്മുടെ കേരക്കറിയാണ്. കേരക്കറി. പിന്നെന്തോ വേണം? കേരക്കറി. ആറ്റുവാളക്കറി. മീൻപീര. നമ്മുടെ നാടൻ മീൻപീര. ഇതാണെങ്കിൽ വരാല് കറിയാണ്. വരാലൊരെണ്ണം ഒന്ന് പൊക്കി കാണിച്ചേ. വരാല് ആടി വലിയ ഒരു വരാലിന്റെ കറിയുണ്ട്. താറാവ്, മുയൽ ഫ്രൈ. എല്ലാം പടപടാ പരിപാടിയാണ് കേട്ടോ. വരാല് ഫ്രൈ ചെയ്യാൻ വേണ്ടി കാരി ഇട്ടോ. കാരി ഇടുവാണ്. ഇതൊക്കെ പൊരിക്കാനുള്ള സംഭവമാണ് കേട്ടോ. കരിമീനും വരാലും ഇപ്പൊ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ ഇങ്ങോട്ട് നോക്കിയേ. കപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. കപ്പ നമ്മൾ തേങ്ങ അരച്ച് പെരട്ടും അല്ലേ? കാന്താരി നമുക്ക് സ്വന്തമായിട്ടുണ്ട്. കപ്പ അങ്ങനെ കൊടുക്കുന്നല്ലേ? നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ഐറ്റംസ് ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടാ. നമുക്ക് ചെറിയ കപ്പ, ചീനി, ചേമ്പ്, നമുക്ക് കേരക്കറി, നാടൻ കാരി വറുത്തത്, കുഴ, ഇതെല്ലാ സാധനങ്ങളും. ഇത് നമ്മൾ കേരക്കറിയാണ്. ഇത് കേരക്കറി, നമ്മുടെ മെയിൻ കേരക്കറി. ഇത് മാത്രമാണ് നമുക്ക് ഈ സീ ഫുഡ് എന്ന് പറയുന്നതിൽ നമുക്ക് കുറവാണ്. നമുക്കിവിടെ ഉള്ളത് നമ്മുടെ നാടൻ മീനുകളാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ കായൽ ഞണ്ട്, താറാവ് കറി. ഇത് നമ്മുടെ നാട്ടിലെ കാരി, സാധാരണ നമ്മുടെ നോർമൽ കാരി വറുത്തത്. ഇത് നമ്മുടെ കുഴ, ഇത് നമ്മുടെ ചേമ്പ്. ഇത് ചേമ്പ്. ഇതെന്തോ കയറിക്കൊണ്ട് വരുന്നത്? ഇത് നമ്മുടെ ഇവിടുത്തെ നാടൻ വരാൽ ഫ്രൈ. പിടിച്ചോ. കണവ, വാളക്കറി, കരിമീൻ ഫ്രൈ. വരാലിനെ മുഴുവത്തിൽ വറുത്തെടുത്തത് കേട്ടോ. നാടൻ കോഴി ഫ്രൈ. അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നാടൻ കോഴി ഫ്രൈ. കണവ റോസ്റ്റ്. നല്ല നാടൻ ആറ്റുവാളക്കറി. നമ്മുടെ വരാല് കറി. വരുന്ന അടുത്ത ഐറ്റം വരാല് കറി. ഇതും മഞ്ഞക്കൂരി. മെയിൻ സാധനം വരാൽ.
മെയിൻ സാധനം വരാൽ വരാൽ കറി കുഴമ്പുളിയൊക്കെ ഇട്ട് നല്ല തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്ന വരാൽ കറി. ആ വെച്ചോടെ, ആ പിടിച്ചോ. ഞാനേ ഇതെങ്ങനെ കഴിച്ചു തീർക്കും ഇത്ര ഐറ്റം സാധനങ്ങൾ? ഈ ടേബിളിനകത്തിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടോ, എന്തുമാത്രം ഐറ്റം കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ഭക്ഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം കഴിക്കുക അല്ലേ. ഇത്രത്തോളം ഐറ്റം കാര്യങ്ങളാണ് ഈ ഒരു ഷാപ്പിൽ നമുക്കുള്ളത്. മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും. അതിനകത്ത് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഒരു വരാലൊക്കെ മുഴുവനായിട്ട് വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടേബിൾ ഫുള്ളായിട്ട് ഭക്ഷണങ്ങൾ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ട്. നമ്മുടെ പ്രവാസികളൊക്കെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തിപ്പോൾ വലിയൊരു വരാൽ ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് തന്നെ വരാലിൻ്റെ ഒരു കറിയുണ്ട്. ഇത് ഞണ്ടാണ്. തൊട്ടടുത്തായിട്ട് ഇതുണ്ട് പുഴുക്ക്. ഇത് കാരിയാണ്, കാരി വറുത്തത്. ഇത് കണവ. അതുപോലെ തന്നെ വാളക്കറിയുണ്ട്, കപ്പക്കുഴയുണ്ട്, താറാവുണ്ട്. ഞാൻ എഴുതേക്കാം, സാധനം തീരുന്നില്ല കേട്ടോ. ഊണ് വേണ്ടവർക്ക് ഊണുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ അപ്പമുണ്ട്, ചപ്പാത്തിയുണ്ട്, പൊറോട്ടയുണ്ട്. വാളക്കറി ഉണ്ട്. ഇത് മഞ്ഞക്കൂരിക്കറിയാണ് കേട്ടോ, മഞ്ഞക്കൂരിക്കറി. എല്ലാം നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. ഈ മീൻകറി വെക്കുമ്പോൾ തലേ ദിവസം വെക്കും, നന്നായിട്ട് അത് റെസ്റ്റ് ചെയ്യിപ്പിക്കും, എന്നാലാണ് അതിന് ടേസ്റ്റ് വരുന്നത് കേട്ടോ. കരിമീൻ. നമ്മുടെ കുട്ടനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കരിമീൻ. മണ്ണിൽ കൊത്തി ജീവിക്കുന്ന ഒരു മത്സ്യമാണ് കരിമീൻ. കരിമീൻ ഫ്രൈ ഉണ്ട്. കേരക്കറി. അതുപോലെ തന്നെ നാടൻ കോഴിക്കറി. ഇനി ഞാനവിടെ പോയി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങാം കേട്ടോ. അപ്പം ഇതുണ്ട്, കണവയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഭക്ഷണം വാങ്ങിച്ചിട്ട് ഞാൻ വേസ്റ്റാക്കി കളയുമല്ലേ എന്ന് ചിലർ വിചാരിക്കും. പക്ഷേ വേസ്റ്റാക്കി കളയുമല്ല. എനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രമേ ഞാനിന്ന് ഇത് കഴിക്കുന്നുള്ളൂ. സാമ്പാർ ഒഴിച്ചോ. സാമ്പാർ ഇപ്പം സാമ്പാർ നിൽക്കട്ടെ. ഇഷ്ടമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂൺ എടുക്കാം. ഓക്കെ. അപ്പം നിലവിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണവ, കൂന്തൽ. ഞങ്ങൾ നാട്ടിൽ കണവ എന്നാണ് പറയുന്നത് കേട്ടോ. കൂന്തൽ എന്ന് മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ പറയും കൂന്തൽ. കുറച്ച് കൂന്തൽ എടുക്കാം. ക്യാമറ ചെയ്യുന്ന ആൾക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സാധാരണ ഷാപ്പുകളെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു ധാരണയുണ്ട് അവിടെ കള്ള് മാത്രമാണ് കൊടുക്കുന്നതെന്ന്. പക്ഷേ കള്ള് മാത്രമല്ല, നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ ഇതുപോലുള്ള നല്ല ഷാപ്പുകളുണ്ട്. നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ഷാപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷാപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നതെന്ന് പറയുമ്പം ഇത് എടത്വയാണ്. ഇത് എടത്വ ചമ്പക്കുളം റോഡാണ്. ഇവിടെ ശിവകാശി കള്ള് ഷാപ്പ്. അപ്പം നിങ്ങൾ ഈ ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം ഇത്രയും ഐറ്റം കാര്യങ്ങൾ ഷാപ്പിൽ മിക്കവാറും ഉണ്ടാവും കേട്ടോ. നല്ല കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഊണിനൊപ്പം തന്നെ നിലവിൽ മീൻകറി ഉണ്ട്, ഒരു കേരക്കറി ഉണ്ട്. കോഴിയുടെ പെരട്ട് ഒരു കഷ്ണം വെക്കട്ടെ. വെച്ചോ. ഒരു കഷ്ണം കോഴി പെരട്ട് വെച്ചോ. ഒരു ഇത് കോഴിപ്പെരട്ടാണ് കേട്ടോ. നാടൻ കോഴിപ്പെരട്ടാണ്. ഓക്കെ. നാടൻ കോഴിപ്പെരട്ട് വേണ്ട. അപ്പോൾ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. ഞാൻ ആദ്യം വന്നിടം മുതൽ, ഇവിടെ ഷാപ്പിൽ വന്നിടം മുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഈ ഭക്ഷണം എല്ലാം അറേഞ്ച് ചെയ്തതും ചേട്ടനാണ്. അപ്പോൾ ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ചേട്ടൻ കഴിച്ചായിരുന്നോ? ഞങ്ങൾ കഴിച്ചു. ഒരു പ്ലേറ്റ് എടുത്ത് സനീഷിന്റെ നമ്മുടെ അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. സനീഷിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ് കേട്ടോ. നല്ല അഭിപ്രായം. അതിന് ചേട്ടൻ നമുക്ക് ഇത് കഴിക്കാം, നമ്മൾ കഴിക്കുന്നതാണല്ലോ. എന്റെ പ്രേക്ഷകർ തന്നെ ഞെട്ടിക്കാണും ഇത്ര ഐറ്റം വിഭവങ്ങൾ. നല്ല ഉപ്പും പുളിയും എന്താ പറയണ്ടേ, മുളകും എല്ലാം പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി വരാൽ കയറിയേ. കക്കറിഞ്ഞി ചേട്ടൻ എങ്ങനെ എന്നെ കഴിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ വേമ്പനാട്ട് കായലിലെ നല്ല ഒന്നാം തരം നമ്മുടെ മത്സ്യ തൊഴിലാളികൾ നേരിട്ട് പോയി തിങ്ങിപ്പാർക്കുന്ന കക്കാറച്ചി. ഞാനും കുട്ടനാട്ടുകാരനാണ്, വീടും കൈനേരിയാണ്. ഞാൻ കൈനേരിക്കാരനാണ് കേട്ടോ. കർഷക തൊഴിലാളിയുടെ മകനാണ്. പിന്നെന്തോ വേണം അല്ലേ. പറയുമ്പോൾ ഞാനൊരു കാര്യം എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ കിട്ടും. നല്ല ഒന്നാം തരം കാരി വറുത്തത്.
കൊള്ളാം. വെളിച്ചെണ്ണ വെറുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി എന്താ നമ്മൾ കഴിക്കേണ്ടത്? വരാലൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? വരാലെന്ന് പറയുമ്പോൾ ഈ മുറിവൊക്കെ ഉറങ്ങാനുള്ള ഔഷധമാണ് വരാൽ. ഇങ്ങനെ എടുത്തിട്ടെ ആ ഇവിടെ ഒരു കാര്യം തീർന്നിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ വരാലെടുത്ത്. അടിപൊളി വരാൽ. ആറ്റുവാളക്കറി, നാടൻ ആറ്റുവാളെ. അത് കിട്ടൊരു ഭാഗ്യമാണ്. ഇത് കരിമീനെ വലിയൊരു കരിമീനായിരുന്നേ. ഹായ്. വരാല് താറാവിൻ്റെ പീസ് എടുക്കുന്നില്ല, താറാവിൻ്റെ കറിയാണ് ഞാൻ എടുക്കുന്നത്. ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയാണ്. അടുത്തായിട്ട് കുറച്ച് താറാവ് കറി എടുത്തേ. ഓക്കെ. കുട്ടനാടൻ താറാവിൻ്റെ അടിപൊളി കറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുമായിട്ട് കഴിക്കണം. അതാണ് ടേസ്റ്റ് ചേട്ടാ. ഈ അപ്പം കണ്ടില്ലേ? ഈ അപ്പുമായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ട്, അതെടുത്ത് മുക്കിത് ഇങ്ങനെ അന്യ ടേസ്റ്റാണ്. അപ്പം വിഭവങ്ങൾ ഇങ്ങനെ നിരയായിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് വിഭവങ്ങൾ എനിക്ക് കഴിച്ചു തീർക്കണം. എല്ലാം ഒന്നും നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശിവകാശി കള്ളുചാപ്പിൻ്റെ വിശേഷങ്ങൾ. ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ എടത്വ ചമ്പക്കുളം റോഡാണ്. ചമ്പക്കുളം റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷാപ്പ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട്. ഒരു ഫാമിലിയാണ്, അമ്മ അച്ഛൻ അവരെല്ലാവരും കൂടെയാണ് ഈ ഷാപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഷാപ്പിന് അതിൻ്റേതായിട്ടുള്ള രുചി പാരമ്പര്യവും രുചി വൈവിധ്യമുണ്ട്. നിങ്ങൾക്ക് ഷാപ്പെന്ന് കേൾക്കുമ്പോൾ വില കൂടുതലാണെന്നുള്ളൊരു ധാരണയുണ്ട്. ഒന്നുമില്ല. നിങ്ങൾക്ക് വില നോക്കി ഇഷ്ടമാണെങ്കിൽ മാത്രം വാങ്ങിച്ച് കഴിക്കുക. നല്ല ഷാപ്പുകൾ നോക്കുന്നവർക്ക് പറ്റിയ കൗണ്ടറാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം നിങ്ങൾക്ക് വന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ബാത്റൂം സഹിതം. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അറിയാത്തവരൊന്ന് അറിഞ്ഞിരിക്കും. ശിവകാശി കള്ളുചാപ്പ്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.